ഇത് കണ്ടോ, ഇത് ജാക്കൂട്ടാണ്. ഇതിന് ഡോറായി, ഇവിടെ ഇത് ഷെൽഫായി. ഇത് കണ്ടോ, ഇത് ജാക്കൂട്ട്, ഇത് ജാക്കൂട്ട്, അത് ജാക്കൂട്ട്. ഇതെല്ലാം ജാക്കൂട്ടാണ്. അപ്പൊ നമുക്ക് വർക്ക് സിമ്പിളാണ്. എൻ്റെ പേര് ജോയ് ജോസഫ് എന്നാണ്. ഞാൻ ഇവിടെ കങ്ങരപ്പയിലാണ് താമസിക്കുന്നത്. ഞാൻ MG യൂണിവേഴ്സിറ്റി റിട്ടയർഡാണ്. എൻ്റെ മോനുണ്ടിയാണ് ഒരു പെര പണിയുന്നത്, ജോബി ജോയ്ക്ക് വേണ്ടി. അപ്പൊ ഞാൻ ആദ്യം തടിയൊക്കെ ഒത്തിരി എടുത്തായിരുന്നു. തടിക്കാണ് നമ്മൾ ഈ പാർട്ടിഷൻ പണിതിരിക്കുന്ന തടിക്കാണ്. പക്ഷെ അത് ഭയങ്കര നമുക്ക് എക്സ്പെൻസീവാണ്. തടിക്കാമ്പളെ കൊണ്ട് നമുക്ക് ലേബർ ചാർജ് ഒക്കെ ഒത്തിരി ആവും. അപ്പൊ അങ്ങനെ എൻ്റെ വീടിന്റെ അടുത്താണ് ഈ ജാക്കൂട്ടിന്റെ കമ്പനി. 40-40 വർഷം എനിക്ക് പരിചയമുണ്ട്. ഇത് ട്രോളി യൂണിറ്റ് ഇതുണ്ടോ, ഇത് ജാക്കൂട്ടാണ്, കംപ്ലീറ്റ് ജാക്കൂട്ടിന് വേണ്ടത്. അപ്പൊ അങ്ങനെ ഞാൻ MDF എടുക്കാൻ തീരുമാനിച്ചപ്പോൾ ആശാരി പറഞ്ഞു MDF എടുക്കേണ്ടത്, അത് കൊള്ളൂലെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അത് വേണ്ടെന്ന് വെച്ച്. പിന്നെ പണി തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് കോസ്റ്റ് കൂടുന്ന കാരണം ഞാനത് MDF അവിടെ ചെന്നപ്പോൾ അവർ കാണിച്ചു തന്നു. അതിന് ശരിക്കും സ്ക്രൂ കപ്പാസിറ്റി ഉണ്ട്. 20 kg വരെ വെയിറ്റ് അതിൽ ഹോൾഡ് ചെയ്ത് നിർത്തും. അത് അവർ വെള്ളത്തിലിട്ട് 2 വർഷം വരെ വെള്ളത്തിലിട്ട പീസ് എന്നെ കാണിച്ചു തന്നു. ഞാൻ ആ ഒരു പീസ് കൊണ്ടുവന്ന് ഇവിടെ വെള്ളത്തിലിട്ട് 1 മാസം വരെ നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല. അങ്ങനെ ഞാൻ എൻ്റെ തീരുമാനത്തിലാണ് ഞാൻ MDF എടുത്ത് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ എൻ്റെ കിച്ചൺ കബോർഡ്, എൻ്റെ കബോർഡിന്റെ എല്ലാ ഡോറും, എല്ലാം സിങ്ക്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഞാനിപ്പം ഈ ജാക്കൂട്ട് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ വീട് പണിയുന്ന ആൾക്കാർക്ക് നമ്മൾക്ക് വളരെ ലാഭകരമായിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് ജാക്കൂട്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാണ്. അപ്പൊ അത് എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇത്ര എനിക്ക് പറയാം.